ഓൾമോസ്റ്റ് എല്ലാ ദിവസവും വിശ്രമമില്ല, എല്ലാ ദിവസവും പ്രോഗ്രാമാണ്. അത് ചിലപ്പോൾ പഞ്ചായത്തുകളുടെ പരിപാടിയായിരിക്കും, ചിലപ്പോൾ ക്ലബ്ബുകളുടെ പരിപാടിയായിരിക്കും, ചിലപ്പോൾ സ്കൂളുകളുടെ പരിപാടിയായിരിക്കും. ഫുൾ ടൈം ബിസിയാ, ലൊക്കേഷനിലേക്ക് ഹോട്ടാന്നേ. എന്താ സംഭവം? അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. അത് ചിലപ്പോൾ പഞ്ചായത്തുകളുടെ പരിപാടിയായിരിക്കും, ചിലപ്പോൾ ക്ലബ്ബുകളുടെ പരിപാടിയായിരിക്കും, ചിലപ്പോൾ സ്കൂളുകളുടെ പരിപാടിയായിരിക്കും. ഈ പ്രോഗ്രാമിനപ്പുറത്തേക്ക് ഞാൻ പറഞ്ഞ മണ്ഡലത്തിന് വേണ്ടി മറ്റെന്തെങ്കിലും ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് എന്തെങ്കിലും പദ്ധതികൾ ചെയ്തോ ഈ 2-3 വർഷത്തിനുള്ളിൽ? ഉത്തരം പറ. അത് നീ ഇപ്പൊ ചോദിച്ചതേ ഒരു ആദ്യം ഊണ ആൻസറാ. വീട് വെച്ച് കൊടുക്കാനൊന്നും കഴിയുന്ന ഒരു സാഹചര്യമില്ല. എംപിയുടെ വരുമാനം എന്ന് പറയുന്നത് ഇപ്പൊ എല്ലാവർക്കും അറിയാലോ. അപ്പൊ അതിൽ നിന്നൊരു വലിയൊരു വീട് വെച്ച് കൊടുക്കാൻ കഴിയില്ല. എത്ര രൂപ ശമ്പളം ഉണ്ട്? 1,89,000 രൂപയാണ് ഒരു മാസം വരുന്നത്. അതിനകത്ത് നമുക്ക് വാഹനത്തിൽ ഇന്ധനം നിറയ്ക്കുന്നതാണ് ഏറ്റവും വലിയ. അതിന് വേറെ ഇല്ല. കാശ് വാങ്ങുന്നുണ്ട്, പക്ഷെ അവർക്ക് അതുപോലെ തന്നെ ചെലവുണ്ട്. അതെന്താ ആരും മനസ്സിലാക്കാത്തത്? ഇന്ധന ചെലവ് നമ്മൾ തന്നെ കണ്ടെത്തണം ഇതിനകത്ത് തന്നെ. അപ്പൊ എനിക്ക് ഏകദേശം ഒരു മാസം 1,10,000 രൂപയോളം ഇന്ധന ചെലവാകും. സത്യം പറയാലോ, ഒരു മാസം തട്ടി മുട്ടി ജീവിച്ചു പോണെങ്കിൽ തന്നെ ഒരു 1.5 കോടി രൂപ വേണം. ചില മാസങ്ങളിൽ 2 വരെ പോവും. അതേത് മാസം? ഏപ്രിൽ. പിന്നെ വണ്ടി ഇല്ലാത്ത MP ആയിരുന്നു. വാഹനം ലോൺ എടുത്തിട്ടാണ് മേടിച്ചത്. 50,000 രൂപ നമുക്ക് ലോൺ അടവാണ്. 50,000 മാസം അടവ് ലോണാണ്. പിന്നെ ഓഫീസിലും ഇവിടെ നിൽക്കുന്ന സ്റ്റാഫുകൾക്ക് എല്ലാവർക്കും അതിന് വേറെ ശമ്പളം ഇല്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ കിട്ടുന്ന കാശ് തികയത്തില്ല. ഇല്ല, കടമാണ്. കടം മാത്രമാണ്. എന്തൊരു കഷ്ടമാണെന്ന് നോക്കണേ. പിന്നെ കാല് ഇടയ്ക്ക് വീണ് ഒരു പരിക്ക് പറ്റി സർജറി ചെയ്തു. അതിന് കാശില്ലേ? അതാണ് എല്ലാവരും ചോദിക്കുന്ന. അതാണ് 5 ലക്ഷം രൂപയോളം ചെലവായ സർജറിക്ക് 1,15 രൂപ, 1,15,000 രൂപയാണ് നമുക്ക് കിട്ടിയത്. ഡിസ്ചാർജ് ചെയ്യുന്ന സമയമാകുമ്പോഴാണ് കയ്യില് ഡിസ്ചാർജ് ചെയ്യാൻ തുകയില്ല എന്ന് മനസ്സിലാക്കുന്നത്. അപ്പൊ പിന്നെ ഒരു വഴി ഉണ്ടായിരുന്നത് ആകെ കൂടി ലോൺ എടുക്കുക എന്നുള്ളതാണ്. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. ലോണ് കിട്ടി, ആ ലോണ് നിന്നുള്ള തുക കൊടുത്തിട്ടാണ് ഡിസ്ചാർജ് ആയത്. വിശ്വാസം വരണില്ലല്ലേ? ഈ കഥയ്ക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ഞങ്ങള് മാസം ഒരു 25-26 തീയതി ഒക്കെ ആകുമ്പോൾ എണ്ണ അടിക്കുന്ന പമ്പിൽ ചേട്ടാ അടുത്ത ഒരു 1-ാം തീയതി കഴിഞ്ഞിട്ട് തരാട്ടോ. എന്നെ കഷ്ടല്ലേ? അല്ല, അപ്പം ഇപ്പൊ എത്ര രൂപ കടവായി MP ആയതിനു ശേഷം? ഇപ്പൊ ഏകദേശം നല്ല കടവാണ്. ഇനി ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു ഉസ്മാനെ രക്ഷപ്പെട്ടോ. താങ്ക്സ് ഉണ്ടടാ മോനെ ദിനേശ, താങ്ക്സ് അടിച്ചു പൊളിക്കടാ.